ഗൈസ്, അപ്പൊ ഇന്നത്തെ തരവുമാരാണ്. ഉമാരൊന്ന് തല്ലിക്കൊന്ന് കറി വെക്കാണ്ടി പോവാണ് ഗൈസ്. അപ്പൊ വീട്ടിൽ ഞണ്ടിനെ വാങ്ങിച്ചപ്പോൾ 2 വലിയ ഞണ്ടും ഉണ്ടായിരുന്നു, അതിന് ജീവനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടി കാണിച്ചെന്ന് കറി വെക്കാൻ ഓർത്തു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അവന്റെ കെട്ട കഴിച്ചാൽ അവൻ ഇപ്പൊ ചാടി കടിക്കുന്നു പറഞ്ഞ് നോക്കിയിരിക്കുകയാണ്. ഇവന്റെ തൊട്ട് ചെറുതുണ്ടായിരുന്നു, അവന്റെ കെട്ടുപോലെ അയക്കാൻ നിന്നില്ല, കാരണം അവന് ഇത്തിരി കുരുത്തം കെട്ടായിരുന്നു. അതല്ല എല്ലാത്തിനും കൂടി വാരി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാൻ വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറുള്ളി എല്ലാം നന്നാക്കി എടുത്ത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലയും സവാള ഉപ്പും കൂടിയിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ചെറുള്ളി അരിഞ്ഞും കൂടിയിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചും കൂടിയിട്ട് അതിന്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ചിക്കൻ മസാല, ഗരം മസാല എല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അതിന്റെ പച്ചമണം മാറുമ്പോൾ നമ്മളൊരു വലിയൊരു തക്കാളി എടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ താരമായ ഞണ്ടും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. പിന്നെ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഇളക്കി എടുത്തതിന് ശേഷം നല്ലോണം വറ്റിച്ചെടുക്കുക. അന്നേരം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം വറ്റിച്ചെടുത്ത് കറിവേപ്പില ഇട്ട് അതിന്റെ സെറ്റ് സാധനം കിടിലൻ സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ.